ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിസിക്സിലെ ചാപ്റ്റർ 4 റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിൻ്റെ തേർഡ് പാർട്ടാണ്. നമ്മൾ സെക്കൻഡ് പാർട്ടിൽ പ്ലെയിൻ മിറേഴ്സിനെ കുറിച്ച് പഠിച്ചു. ഈ പാർട്ടിൽ നമ്മൾ കോൺവെക്സും കോൺകേവ് മിററിലുള്ള ഇമേജ് ഫോർമേഷനാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ കോൺവെക്സിലാകെ ഒരു കാര്യം പഠിക്കാനുള്ളൂ, എന്നാൽ കോൺകേവിൽ 6 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഭാഗമാണ് റേ ഡയഗ്രാം വരയ്ക്കേണ്ടത്. അതേപോലെ തന്നെ ഒബ്ജക്റ്റ് എവിടെ പ്ലേസ് ചെയ്യുന്നു, ഇമേജ് ഫോർമേഷൻ എവിടെ നടക്കുന്നു, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ആ ഇമേജ് ഫോം ചെയ്യണതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം, ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കോൺകേവ് മിററിലുള്ള ഇമേജ് ഫോർമേഷനാണ്. ഈ കോൺകേവ് മിററിൽ 6 തരത്തിൽ നമ്മൾ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യും. ആ 6 തരത്തിൽ പ്ലേസ് ചെയ്യുമ്പോൾ എവിടെ ഇമേജ് ഫോം ചെയ്യുന്നു, ആ ഇമേജിൻ്റെ പെക്യുലാരിറ്റീസ് അഥവാ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നൊക്കെയാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ റേ ഡയഗ്രാം വെച്ചിട്ട് റേ ഡയഗ്രാം ഇത് അറ്റ് ഇൻഫിനിറ്റിയിൽ കൊണ്ടുപോയി വരച്ചു, അല്ലെങ്കിൽ ബിയോണ്ട് സിയിൽ വരച്ചു. അങ്ങനെ നമുക്ക് പൊസിഷൻ ഓഫ് ഇമേജ് കിട്ടി. അങ്ങനെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇമേജിൻ്റെ പൊസിഷൻ മാറും. അതിൽ നല്ലത് ഇത് കാണാപ്പാടം പഠിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ ഇൻഫിനിറ്റിയിൽ കൊണ്ടുവയ്ക്കുമ്പോൾ അവിടെ ഇമേജ് ഫോം ചെയ്യുക ഫോക്കസിലായിരിക്കും, എഫ് എന്നറിയപ്പെടുന്ന ഫോക്കസിലായിരിക്കും. ബിയോണ്ട് സിക്ക് അപ്പുറം കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ബിറ്റ്വീൻ എഫ് ആൻഡ് സിയിലായിരിക്കും. അറ്റ് സിയിലാണെങ്കിൽ അറ്റ് സിയിൽ തന്നെയാണ് ഇമേജ് ഫോം ചെയ്യുക. ബിറ്റ്വീൻ എഫ് ആൻഡ് സി ആണെങ്കിൽ ബിയോണ്ട് സി. ഈ 2 കാര്യങ്ങളും നോക്കിയേ. അതായത് ബിയോണ്ട് സി ആണെങ്കിൽ ബിറ്റ്വീൻ എഫ് ആൻഡ് സിയിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുക. ബിറ്റ്വീൻ എഫ് ആൻഡ് സി ആണെങ്കിൽ ബിയോണ്ട് സിയിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുക. ആ കാര്യം ഒന്ന് ഓർത്ത് വെച്ചോളൂ. അതുപോലെ തന്നെ അറ്റ് ഫോക്കസിലാണ് പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഇമേജ് ഈസ് നോട്ട് ഫോംഡ്, അവിടെ ഇമേജ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഫോക്കസിനും പോളിനും ഇടയിലാണ് ഒബ്ജക്റ്റ് കൊണ്ടുവയ്ക്കുന്നതെങ്കിൽ അത് ബിഹൈൻഡ് ദ മിററിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഒന്നുകിൽ എന്തെങ്കിലും കോഡ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കാണാപ്പാടോ പഠിച്ചിരിക്കണം. എന്നിട്ട് മാത്രമേ റേ ഡയഗ്രാമിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ കോൺകേവ് മിററിൻ്റെ ആദ്യത്തെ പൊസിഷനാണ് നമ്മൾ പറയുന്നത്. എവിടെ ഒബ്ജക്റ്റ് വെക്കുന്നു, ആദ്യത്തെ നമ്മൾ ഇൻഫിനിറ്റിയിലാണ് ഈ ഒബ്ജക്റ്റ് കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ റേ ഡയഗ്രാം നമുക്ക് എങ്ങനെ വരയ്ക്കാം? അതായത് ഇവിടെ ഒരു ആക്സിസ് വരച്ചു, പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു. ഇതാണ് കോൺകേവ് മിറർ, ഇതാണ് അതിൻ്റെ ജോമെട്രിക് സെൻറ്റർ എന്നറിയപ്പെടുന്ന പോള്. ഇവിടെ ഒരു ഡിസ്റ്റൻസിൽ നമ്മൾ ഫോക്കസ് അടയാളപ്പെടുത്തി, ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തി സി ആണ്. അപ്പോൾ ഇൻഫിനിറ്റിയിലാണ് ഒബ്ജക്റ്റ് കൊണ്ടുവയ്ക്കുന്നത്. അപ്പം നമ്മൾ ഒരു ഇൻഫിനിറ്റിയിൽ, അതായത് സിക്ക് ഈ ഒരു ഭാഗത്തൊന്നല്ല, എവിടെയോ, അതായത് അനന്തതയിൽ നമ്മളൊരു ഒബ്ജക്റ്റ് കൊണ്ട് പ്ലേസ് ചെയ്യാണ്. ഇതാണ് ഒബ്ജക്റ്റ് എന്ന് വയ്ക്കുക. അപ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ റേസ് ഇവിടെ വന്ന് തട്ടി ഏത് കൂടെ കടന്നു പോവും? ഫോക്കസിൽ കൂടെ കടന്നു പോകും. അതേപോലെ തന്നെ ഇവിടെ നിന്നുള്ള റേസ് ഇവിടെ വന്ന് തട്ടി ഏത് കൂടെ കടന്നു പോവും? ഫോക്കസിൽ കൂടെ കടന്നു പോകും. ഇതാണ് ഇതിൻ്റെ ഡയഗ്രാം എന്ന് പറയുന്നത്. ഒബ്ജക്റ്റിൽ നിന്ന് 2 റേസാണ് കടന്നു വരുന്നത്. ഈ 2 റേസ് ഈ മിററിൽ തട്ടിയിട്ട് ഒന്ന് ഫോക്കസിൽ കൂടെയും അടുത്തതും ഫോക്കസ് കൂടെയും കടന്നു പോകും. അപ്പോൾ ഈ ഫോക്കസിൽ ഇവർ കൂട്ടിമുട്ടുന്ന ആ 2 റേ കൂട്ടിമുട്ടുന്ന ഒരു പോയിൻ്റ് ആണല്ലോ, ആ ഒരു പോയിന്റിലാണ് എന്ത് നടക്കുക? ഇമേജ് ഫോർമേഷൻ നടക്കുക. ഇമേജ് ഫോർമേഷൻ നടക്കുക. അപ്പോൾ ഇൻഫിനിറ്റിയിലെ ഇമേജ് എവിടെ ഫോം ചെയ്യുക? ഫോക്കസിലാണ് ഫോം ചെയ്യുക. നമ്മൾ നേരത്തെ ഒരു ബോക്സിൽ പഠിച്ചു. ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇമേജ് ഫോർമേഷൻ നടക്കുക എവിടെയാണ്? ഫോക്കസിലായിരിക്കും ഇമേജ് ഫോർമേഷൻ നടക്കുക. അവിടുത്തെ ഇമേജിൻ്റെ പ്രത്യേകതകൾ എന്തായിരിക്കും? ഒന്ന് റിയൽ ആയിരിക്കും, അതുപോലെ തന്നെ ഇൻവേർട്ടഡ് ആയിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു വി എന്ന് പറഞ്ഞത് വെർച്വലും ഇറക്റ്റും ഒരുമിച്ച് വരാണെങ്കിൽ റിയലും ഇൻവേർട്ടഡും ഒരുമിച്ചാണ് വരിക. റിയൽ ഉള്ളിടത്ത് ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും, റിയൽ ആയിരിക്കും. അതുപോലെ തന്നെ എന്തായിരിക്കും? സ്മോൾ ആയിരിക്കും ഇവിടുത്തെ ഇമേജ് എന്ന് പറഞ്ഞത്. സ്മോൾ അഥവാ ഡിമിനിഷ്ഡ്. ഈ സ്മോളിനെ തന്നെയാണ് ഡിമിനിഷ്ഡ് എന്ന് പറയുന്നത്. അതായത് കിട്ടുന്ന ഇമേജ്, ഡിമിനിഷ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ഇമേജ് ഒബ്ജക്റ്റിനേക്കാളും കുറവായിരിക്കും. അതായത് യഥാർത്ഥമായ ഒബ്ജക്റ്റിനേക്കാളും ഇമേജ് എന്ന് പറഞ്ഞത് ചെറുതായിരിക്കും. അതാണ് ഡിമിനിഷ്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻഫിനിറ്റിയിലാണ് ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ ഇമേജ് ഫോർമേഷൻ നടക്കുക എവിടെയാണ്? ഫോക്കസിലാണ് ഇമേജ് ഫോർമേഷൻ നടക്കുക. ആ ഇമേജ് എന്ന് പറഞ്ഞത് റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, അതുപോലെ തന്നെ സ്മോൾ ആയിരിക്കും. സ്മോൾ എന്ന് വെച്ചാൽ ഡിമിനിഷ്ഡ് എന്നാണ് അർത്ഥം. ഒബ്ജക്റ്റിനേക്കാളും സൈസ് കുറവായിരിക്കും കിട്ടുന്ന ഇമേജ്. അപ്പോൾ ഈ ഡയഗ്രാം നിങ്ങൾ നന്നായി പഠിക്കുക. അടുത്തത് ബിയോണ്ട് സിയിലാണ് നമ്മൾ ഒബ്ജക്റ്റ് വയ്ക്കാൻ പോകുന്നത്. ബിയോണ്ട് സിയിൽ ഒബ്ജക്റ്റ് വയ്ക്കുമ്പോൾ എവിടെ ഇമേജ് ഫോർമേഷൻ ഉണ്ടാവും നോക്കാം. അതായത് നമ്മൾ ഇതേപോലെ തന്നെ ഒരു കോൺകേവ് മിറർ വരച്ചു.
ഇവിടെ ജോമെട്രിക് സെൻറ്ററിനെ നമ്മൾ പോൾ എന്ന് അടയാളപ്പെടുത്തി. ഇവിടെ ഒരു ചെറിയ ദൂരം പിന്നിട്ട് ഫോക്കസ് അടയാളപ്പെടുത്തി. സി അടയാളപ്പെടുത്തി, സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇനി ബിയോണ്ട് സി എന്ന് പറയുമ്പോൾ സിക്ക് തൊട്ടിപ്പുറത്തായിട്ട് നമ്മൾ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യണം. അപ്പോൾ ഇതിൽ നിന്ന് ഒരു വര ഇവിടെ പോയിട്ട് പാരലായിട്ട് പോകുന്ന വരകളൊക്കെ ഏത് കൂടെ കടന്നു പോകും? ഫോക്കസിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അടുത്തത് കടന്നു പോകുന്നത് സി കൂടെ കടന്നു പോകും. കണ്ട? അപ്പോൾ ഈ ലൈൻ ഒബ്ജക്റ്റിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ഒരു റേ പാരലായിട്ട് കടന്നു പോകുന്നു. അതായത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകുന്നത് ഫോക്കസിൽ കൂടെ കടന്നു പോകുന്നു. അതുപോലെ തന്നെ ഒരു റേ സി കൂടെ കടന്നു പോകുന്നു, സെൻറ്റർ ഓഫ് കർവേച്ചർ കൂടെ കടന്നു പോകുന്നു. അപ്പോൾ ഇവിടെയാണ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നത് അല്ലേ? ഇവിടെയാണ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ ബിയോണ്ട് സിയിൽ നമ്മൾ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇമേജ് എവിടെ ഫോം ചെയ്യുക? ബിറ്റ്വീൻ എഫ് ആൻഡ് സിയിലാണ് ഇമേജ് ഫോം ചെയ്യുക. ഒരു റേ പാരലായിട്ട് പോകുന്നത് ഫോക്കസിൽ കൂടെ കടന്നു പോകുന്നു, ഒരെണ്ണം സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ കടന്നു പോകുന്നു. ആ രണ്ട് ലൈനും ജോയിൻ ചെയ്യുന്നിടത്തായിരിക്കും ഇമേജ് ഫോർമേഷൻ നടക്കുക. ഇനി ഈ ഇമേജിൻ്റെ പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിയൽ ആയിരിക്കും. ഒന്ന് റിയൽ, യഥാർത്ഥമായ ഒരു ഇമേജ് ആയിരിക്കും. അതുപോലെ തന്നെ റിയൽ വരുന്നിടത്ത് എന്ത് വരും? ഇൻവേർട്ടഡ്, തല കീഴായിട്ടുള്ള ഒരു ഇമേജ് അല്ലേ വരുന്നത് അല്ലേ? ഇവിടെ കണ്ട, ഇതാണ് തല കീഴായിട്ടാണ് ഇവിടെ ഇമേജ് വരുന്നത്. അപ്പോൾ ഇൻവേർട്ടഡ് ആയിരിക്കും. അതുപോലെ തന്നെ സ്മോൾ അഥവാ ഡിമിനിഷ്ഡ്. പരീക്ഷയ്ക്ക് ഡിമിനിഷ്ഡ് എന്നാലും സ്മോൾ തന്നെയാണ് അർത്ഥം. യഥാർത്ഥ ഒബ്ജക്റ്റിനേക്കാളും ഇമേജിൻ്റെ സൈസ് കുറവായതുകൊണ്ടാണ് സ്മോൾ അഥവാ ഡിമിനിഷ്ഡ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പഠിച്ചു ഇൻഫിനിറ്റിയിൽ എവിടെയാണ്? ഫോക്കസിലാണ് ഇമേജ് വരുന്നതെങ്കിൽ. രണ്ടാമത്തേൽ ബിയോണ്ട് സി, സിക്ക് ഇപ്പുറം, അത് സിയുടെ ബാക്കിലായിട്ട് വെക്കുകയാണെങ്കിൽ അവിടെ വരുന്നത് ബിറ്റ്വീൻ എഫ് ആൻഡ് സിയിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. നമ്മളിനി മൂന്നാമത്തെ കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം പഠിച്ചെന്താണ്? ഇൻഫിനിറ്റിയിൽ വെക്കുമ്പോൾ ഫോക്കസിലാണ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. രണ്ടാമത് പഠിച്ചത് ബിയോണ്ട് സിയിൽ വെക്കുമ്പോൾ ബിറ്റ്വീൻ എഫ് ആൻഡ് സിയിൽ ഇമേജ് ഫോർമേഷൻ നടക്കുന്നു. അതുപോലെ തന്നെ മൂന്നാമത് പഠിക്കാൻ പോകുന്നത് അറ്റ് സി, സിയിൽ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ എവിടെയാണ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്? സിയിൽ വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പോലെ ഒരു കോൺകേവ് മിറർ വരച്ചു, പി അടയാളപ്പെടുത്തി, എഫ് അടയാളപ്പെടുത്തി, സി അടയാളപ്പെടുത്തി. ഇനി ഒരു റേ നോക്ക്, ഇവിടെയാണ് ഒബ്ജക്റ്റ് വെക്കുന്നത്. ഈ ഒബ്ജക്റ്റിന് നമ്മൾ ഒ ബി എന്നാണ് മാർക്ക് ചെയ്യുന്നത് അല്ലേ? ഇനി ഇവിടെ നിന്നൊരു പാരലല്ലേ ഇവിടെ പോയി മിററിൽ പോയി കൊണ്ട്, ഈ പാരലാണെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസിന് ഈ റേ പാരലാണെങ്കിൽ ഇത് വന്ന് വീഴുന്നത് ഫോക്കസിൽ കൂടെ. ഇനി ഒരു റേ സിയിൽ വെക്കുമ്പോൾ ഒരു റേ പോളിൽ പോയി അടിക്കും. എന്നിട്ട് ആ പോളിൽ നിന്ന് അത് തിരിച്ചു വരുന്നത് കണ്ട, അതായത് ഇമേജ് ഫോർമേഷൻ നടക്കുന്നത് ഇവിടെ ആയിരിക്കും. ഐ എം എന്ന് നമ്മൾ അടയാളപ്പെടുത്തി. നോക്കി, ഇവിടെ ഒബ്ജക്റ്റ് സിയിൽ വെക്കുമ്പോൾ ഒരു റേ ഇങ്ങോട്ട് പോയി, അതായത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടാണ് ഈ റേ പോയത്. അത് പാരലാണ് കേട്ടോ. അത് തിരിച്ച് ഫോക്കസിൽ കൂടെ വന്നു. ഒരു റേ പോള്, അതായത് ജോമെട്രിക്കൽ സെൻറ്റർ ഓഫ് ദ സ്പിയർ പോളിൽ കൊണ്ടടിച്ച് ആ റേ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഈ രണ്ട് റേയും കൂട്ടിമുട്ടുന്നത് ആ സിയിൽ തന്നെയായിരിക്കും ആ രണ്ട് റേ കൂട്ടിമുട്ടുന്നത്. അപ്പോൾ സിയിൽ ഒബ്ജക്റ്റ് വെക്കുകയാണെങ്കിൽ സിയിൽ തന്നെയായിരിക്കും ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. അത് പഠിച്ചിരിക്കണം. സിയിൽ ഒബ്ജക്റ്റ് വെക്കുകയാണെങ്കിൽ സിയിൽ തന്നെയായിരിക്കും ഇമേജ് ഫോർമേഷൻ. അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിയൽ ആയിരിക്കും, യഥാർത്ഥമായ ഒരു ഇമേജ് ആയിരിക്കും. റിയൽ വന്നു കഴിഞ്ഞാൽ ഇൻവേർട്ടഡ് ആയിരിക്കും. ഇവിടെ വെർച്വൽ വരുമ്പോൾ ഇറക്റ്റ് എന്ന് നമ്മൾ പറഞ്ഞ പോലെ റിയൽ വന്നു കഴിഞ്ഞാൽ ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും. ഇവിടെ സ്മോളും ബിഗൊന്നും ഉണ്ടാവില്ല, സെയിം സൈസ് ആയിരിക്കും. അതായത് ഒബ്ജക്റ്റിൻ്റെ സൈസ് തന്നെയായിരിക്കും ഇമേജിൻ്റെ സൈസും. അവിടെ സ്മോൾ എന്ന് എഴുതി പോകരുത്. സിയിൽ വെക്കുകയാണെങ്കിൽ റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. ഒബ്ജക്റ്റിൻ്റെ സൈസ് എന്താണോ ആ സൈസിൽ തന്നെയായിരിക്കും ഇമേജ് ഫോം ചെയ്യുക. പഠിക്കണം കേട്ടോ, മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത് നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നത് എഫിൻ്റെയും സിൻ്റെയും ഇടയിലാണ്, ബിറ്റ്വീൻ എഫ് ആൻഡ് സി. ബിറ്റ്വീൻ എഫ് ആൻഡ് സി ആകുമ്പോൾ അവിടെ ഇമേജ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ബിയോണ്ട് സിയിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ബിയോണ്ട് സിയിൽ വെച്ചപ്പോൾ ഇമേജ് ഫോർമേഷൻ ബിറ്റ്വീൻ എഫ് ആൻഡ് സി നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഒബ്ജക്റ്റ് നമ്മൾ വെക്കുന്നത് ബിറ്റ്വീൻ എഫ് ആൻഡ് സി ആണ്. അപ്പോൾ ഇമേജ് ഫോർമേഷൻ എവിടെ നടക്കുക? ബിയോണ്ട് സിയിൽ. എങ്ങനെ വരയ്ക്കാം നമുക്കത്? നമ്മൾ ആദ്യം ഒരു പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു, അതേപോലെ തന്നെ കോൺകേവ് മിറർ വരച്ചു, അതിൻ്റെ ജോമെട്രിക്കൽ സെൻറ്ററായ പോൾ അടയാളപ്പെടുത്തി, എഫ് അടയാളപ്പെടുത്തി,
സി അടയാളപ്പെടുത്തി. ഇനി നമ്മൾ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നത് എവിടെയാണ്? ബിറ്റ്വീൻ എഫ് ആൻഡ് സി അല്ലേ? എഫിൻ്റെയും സിയുടെയും ഇടയിൽ നമ്മളൊരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തു. അപ്പോൾ ഒരു റേ തട്ടിയിട്ട് എഫിൽ കൂടെ കടന്നു പോകും. ഇനി ഒരു റേ എങ്ങനെയാണ് കണ്ട, ഈ പോളിക്കോടെയാണ് കടന്നു പോവുക. അതായത് കണ്ട, ഇപ്പോൾ നിങ്ങൾ നോക്കി, ഇവിടെ കറക്റ്റ് മെഷർമെൻ്റ് അല്ലാത്തത് കൊണ്ട് നമുക്കറിയാം ബിറ്റ്വീൻ എഫ് ആൻഡ് സിയിൽ ബിയോണ്ട് സി, സിക്ക് ഇപ്പുറത്തായിരിക്കും ആ ഇമേജ് വരുന്നത്. പക്ഷെ ഞാനിവിടെ വരച്ചേക്കുന്നത് നോക്കി, ഇപ്പോൾ അങ്ങനെ ഇമേജ് ഫോർമേഷൻ പഠിക്കാത്ത ഒരാൾ നേരെ ഇത് സിയിൽ കൊണ്ട് കുത്തും. തെറ്റാണ് ഇവിടെ. കണ്ട, ഇവിടെ കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കാത്തത് കൊണ്ടാണ് ഇവിടെ ഇമേജ് ഫോർമേഷൻ സിയിലാന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ ഇത് മെഷർമെൻ്റ് ഒന്നും എടുക്കാത്തത് കൊണ്ടാണ് എനിക്കങ്ങനെ തെറ്റുപറ്റിയത്. ഫോക്കസ് സി. അപ്പോൾ ബിറ്റ്വീൻ എഫ് ആൻഡ് സിയിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ഇവിടെ ഒരെണ്ണം പാരലായിട്ട് പോകുന്നത്, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകുന്നത് ഫോക്കസിൽ കൂടെ കടന്നു പോവും. ഒന്ന് പോളിൽ വന്ന് വീഴുന്നത്, അതും കണ്ട, അതായത് ബിയോണ്ട് സിയിലാണ് ഇമേജ് ഫോം ചെയ്യുക. ഒരെണ്ണം എഫിന് സിയുടെ ഇടയിൽ നമ്മൾ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തു. ഒരെണ്ണം നേരെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകുന്നത് ഫോക്കസിൽ കൂടെയും, അതുപോലെ തന്നെ ഒരെണ്ണം പോളിക്കൂടെയും കടന്നു പോകുന്നു. ഈ രണ്ട് ലൈനും കൂട്ടിമുട്ടുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ അവിടെയാണ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. ആ നടക്കുന്നത് ബിയോണ്ട് സിയിലായിരിക്കും. അപ്പോൾ ഒബ്ജക്റ്റ് എഫിൻ്റെയും സിയുടെയും നടുവിൽ വയ്ക്കുമ്പോൾ എവിടെ ഇമേജ് ഫോം ചെയ്യും? ബിയോണ്ട് സി, സിക്ക് ഇപ്പുറത്തായിട്ടാണ്, അല്ലെങ്കിൽ സിയുടെ ബാക്കിലായിട്ടാണ് ഇമേജ് ഫോം ചെയ്യുക. ആ ഇമേജ് എന്ന് പറയുന്നത് റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, അതുപോലെ തന്നെ സൈസ് എന്ന് പറഞ്ഞത് ലാർജ് ആയിരിക്കും. ഓർത്തിരിക്കണം കേട്ടോ. 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് സ്മോൾ ഡിമിനിഷൻ്റെ കേസ്, ഒന്ന് സെയിം സൈസിൻ്റെ കേസ്, ഒന്ന് ലാർജിൻ്റെ കേസ്. ബിറ്റ്വീൻ എഫ് ആൻഡ് സിയിലാണ് നമ്മൾ ഒബ്ജക്റ്റ് കൊണ്ട് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഇമേജ് ഫോർമേഷൻ നടക്കുന്നത് ബിയോണ്ട് സിയിലായിരിക്കും. അവിടെ ഇമേജിൻ്റെ പെക്യുലാരിറ്റീസ് എന്താണ്? റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, ലാർജ് ആയിരിക്കും. ഇതിൽ ഓരോ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് തിരിച്ചു മറിച്ച് ചോദിച്ചാലും ഇത്തരം കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. അടുത്തത് നമ്മൾ അറ്റ് എഫിലാണ് ഒബ്ജക്റ്റ് കൊണ്ടുവയ്ക്കുന്നത്. അറ്റ് എഫിൽ വയ്ക്കുമ്പോൾ 2 കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. ഒന്ന്, അവിടെ ഇമേജ് ഫോം ചെയ്യുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഇത് അനന്തതയിൽ വെച്ച്, ഇൻഫിനിറ്റിയിൽ വെച്ചിട്ട് എപ്പോഴെങ്കിലും ഇമേജ് ഫോം ചെയ്യാം. 2 കാര്യങ്ങൾ അവിടെ എഴുതാം നമുക്ക്. ഇവിടെ ഇമേജ് ഈസ് നോട്ട് ഫോംഡ് എഫിൽ കൊണ്ട് ഒബ്ജക്റ്റ് വയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ഇമേജ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി അനന്തതയിൽ എപ്പോഴെങ്കിലും അവിടെ കൂട്ടിമുട്ടിയിട്ട് ഇമേജ് ഉണ്ടാകാം. ഈ 2 കാര്യങ്ങളും അവിടെ പഠിക്കണം. അപ്പോൾ എഫിൽ കൊണ്ടുവയ്ക്കുമ്പോൾ സാധാരണ പോലെ നമ്മൾ വരയ്ക്കുകയാണ്. മിറർ വരച്ചു, അതുപോലെ പോൾ അടയാളപ്പെടുത്തി, എഫ് അടയാളപ്പെടുത്തി, സി അടയാളപ്പെടുത്തി. നമ്മൾ ഒബ്ജക്റ്റ് എവിടെ കൊണ്ടുവച്ചു? അറ്റ് ഫോക്കസിലാണ് ഒബ്ജക്റ്റ് കൊണ്ടുവച്ചേക്കുന്നത്. അത് ഇവിടെ തട്ടി. ഈ ലൈൻ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആയതുകൊണ്ട് തന്നെ ഫോക്കസിൽ കൂടെ കടന്നു പോകും. 2, ഈ സംഭവം ഒരു റേ പോളിൽ പോയിട്ട് തട്ടി കടന്നു പോകും. അപ്പോൾ ഇവിടെ ഒരെണ്ണം ഫോക്കസിൽ വെക്കുന്നത് നേരെ പോയത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോയതുകൊണ്ട് അത് മിററിൽ തട്ടി ഫോക്കസിൽ കൂടെ തിരിച്ചു പോകും. അതുപോലെ തന്നെ ഒന്ന് സെൻറ്റർ ഓഫ് പോളിൽ തട്ടി തിരിച്ചു പോകും. ഇവിടെ ഇമേജ് ഫോം ചെയ്യുന്നില്ല. ഇമേജ് ഈസ് നോട്ട് ഫോംഡ് അല്ലെങ്കിൽ ഇമേജ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി ഇങ്ങനെയും പറയാം. എപ്പോഴെങ്കിലും അനന്തതയിൽ ഇവിടെ ഇമേജ് ഫോം ചെയ്യാം. ഈ 2 പോയിന്റും ഓർത്തിരിക്കണം കേട്ടോ. ഇവിടെ ഈ 6ാമത്തെ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 5 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഈ 5 കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു കാര്യമാണ് 6ാമത് പറയാൻ പോകുന്നത്. ഇവിടെ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നത് ബിറ്റ്വീൻ എഫ് ആൻഡ് പി, അതായത് ഫോക്കസിനും പോളിനും ഇടയിലാണ് ഇവിടെ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബാക്കി 5 കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു കാര്യമാണ് എഫിനും പിയുടെയും ഇടയിൽ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുമ്പോൾ. നമ്മൾ സാധാരണ പോലെ പ്രിൻസിപ്പൽ ആക്സിസും കോൺകേവ് മിറർ വരച്ചു. അവിടെ പി അടയാളപ്പെടുത്തി, എഫ് അടയാളപ്പെടുത്തി, സെൻറ്റർ ഓഫ് കർവേച്ചർ അടയാളപ്പെടുത്തി. എഫിനും പിയിനും ഇടയിലാണ് ഒരു ഒബ്ജക്റ്റ് നമ്മൾ പ്ലേസ് ചെയ്തത്. ഈ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുമ്പോൾ ഒരു റേ ഇവിടെ തട്ടിയിട്ട് സാധാരണ പോലെ എഫ് കൂടെ കടന്നു പോകുന്നു. ഒരു റേ പോളിൽ വന്ന് തട്ടി കടന്നു പോകുന്നു.
അപ്പോൾ ഈ രണ്ട് ലൈൻ ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല, ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ ബിറ്റ്വീൻ എഫ് ആൻഡ് പിയിൽ ഓർക്കുക, ഒരു റേ പാരലായിട്ട് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്നത് എഫിൽ കൂടെ തന്നെ കടന്നു പോകുന്നു. ഒരെണ്ണം പിയുടെ അവിടെ മുട്ടിയിട്ട് അത് തിരിച്ചു പോകുന്നു. അപ്പോൾ ഈ രണ്ട് റേ നമ്മൾ പറഞ്ഞു. ഈ രണ്ട് റേ വരുമ്പോൾ ഇതിൻ്റെ ഇമേജ് ഫോർമേഷൻ, ഈ രണ്ട് റേ ഇങ്ങനെയാണ്. അതായത് മിററിൻ്റെ ബാക്കിൽ ചെന്ന് ബാക്കിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നും ഈ രണ്ട് റേ. അപ്പോൾ ഇമേജ് ഫോർമേഷൻ നടക്കുന്നത് ഈ ഒരു സ്ഥലത്താണ്. ബാക്കിയെല്ലാം മിററിൻ്റെ ഈ സൈഡിലാണ് ഇമേജ് ഫോം ചെയ്തത്. ഈ ഒരു കാര്യത്തിൽ മാത്രം മിററിൻ്റെ ബാക്കിലായിട്ടാണ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ഇമേജിൻ്റെ പ്രത്യേകത, ബിഹൈൻഡ് ദ മിററിലാണ് നടക്കുന്നതെങ്കിൽ ഈ ഇമേജ് എങ്ങനെയായിരിക്കും? വെർച്വൽ ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ബാക്കി എല്ലാത്തിനും വ്യത്യസ്തമാണ്. വെർച്വൽ വരുന്നിടത്ത് ഇറക്റ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ലാർജ് ആയിരിക്കും. വെർച്വൽ ഉണ്ട്, വെർച്വൽ വരുന്നിടത്ത് ഇറക്റ്റ് വരും, അതുപോലെ തന്നെ ലാർജ് ഇമേജാണ്. ബിഹൈൻഡ് ദ മിററിലാണ് ആ ഇമേജ് ഫോം ചെയ്യുക. എഫിൻ്റെയും പിയുടെയും കേസിൽ ഇമേജ് ഫോം ചെയ്യുന്നത് ബിഹൈൻഡ് ദ മിററിലാണ്. അതുപോലെ തന്നെ വെർച്വലും ഇറക്റ്റും ലാർജ് ഇമേജാണ് നമുക്കവിടെ കിട്ടുക. ഇത്രയും നേരം നമ്മൾ കോൺകേവ് മിററിൻ്റെ 6 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കുന്നത് കോൺവെക്സ് മിററിനെ കുറിച്ചിട്ടാണ്. ഒറ്റ കാര്യം അതിൽ പഠിക്കാനുള്ളൂ. കോൺവെക്സ് മിററിൽ നമ്മൾ പടം വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ റേ ഡയഗ്രം വരയ്ക്കുമ്പോൾ ഇത്രയും നേരം നമ്മൾ ഇങ്ങനെ വരച്ചത് കോൺകേവ്. കോൺവെക്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരയ്ക്കണം. ഇതായിരിക്കും അതിൻ്റെ റിഫ്ലക്ഷൻ സൈഡ്, ഇതായിരിക്കും ബാക്ക് സൈഡ്. സാധാരണ എല്ലാം ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ പോൾ എന്ന് പറയുന്നത് ജോമെട്രിക് സെൻറ്ററാണ്. ഇതിൽ നിന്നൊരു ഡിസ്റ്റൻറ്റ് കവർ ചെയ്ത് നമ്മൾ ഫോക്കസ് അടയാളപ്പെടുത്തി, ചെറിയൊരു ദൂരം പിന്നിട്ട് സെൻറ്റർ ഓഫ് കർവേച്ചർ അടയാളപ്പെടുത്തി. ഇനി ഇവിടെ ഒബ്ജക്റ്റ് ഇവിടെ എവിടെ കൊണ്ടുവച്ചാലും ഇവിടെ ഇമേജ് ഫോർമേഷൻ നടക്കുന്നത് ബിറ്റ്വീൻ പി ആൻഡ് എഫിലാണ്. ഒറ്റ കാര്യം പറയുന്നുള്ളൂ, കോൺവെക്സ് മിററിൽ ഒബ്ജക്റ്റ് എവിടെ പ്ലേസ് ചെയ്താലും ഇമേജ് ഫോർമേഷൻ നടക്കുന്നത് ബിറ്റ്വീൻ എഫ് ആൻഡ് പിയിലാണ്. അപ്പോൾ ഇവിടെ നോക്കി, ഒരെണ്ണം ഇവിടെ തട്ടിയിട്ട് പാരലായിട്ട് തട്ടി ഇങ്ങനെ പോകുന്നു, കണ്ട, ഇവിടെ തട്ടി ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു. ഒരെണ്ണം പിയുടെ അവിടേക്ക് വന്ന് ഇതിങ്ങോട്ട് പോകുന്നു. ഒക്കെ ഈ ഭാഗത്തേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഇമേജ് ഫോർമേഷൻ എവിടെയാണ് നടക്കുന്നത്? എഫിൻ്റെയും പിയുടെയും ഇടയിൽ. അതായത് നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതേപോലെ തന്നെ ഇങ്ങനെയും ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ട ഈ സംഭവം കൂട്ടിമുട്ടുക, ഈ രണ്ട് റേയും കൂട്ടിമുട്ടുന്നത്. ഇത് ഇങ്ങോട്ട് പോയി ഒരെണ്ണം ഫോക്കസ് ഇവിടെ പാരലായിട്ട് പോയിട്ട് ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് പോയി, ഒരെണ്ണം പോളിലേക്ക് വന്നിട്ട് ഇങ്ങനെ പോയി. അപ്പോൾ ഇമേജ് ഫോർമേഷൻ ഈ മിററിൻ്റെ ഈ സൈഡിലായിരിക്കും നടക്കുക. അപ്പോൾ നമ്മൾ ഇതിനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ രണ്ട് പോണ റിഫ്ലക്ടറിനും എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം നമുക്ക് കിട്ടും പോയിൻ്റ്. ആ ഒരു ഭാഗത്തെ ആയിരിക്കും ഇമേജ് ഫോർമേഷൻ. അപ്പോൾ ചെറിയൊരു ഇമേജ് ഇവിടെ ഫോം ചെയ്യുക അല്ലേ, ചെറിയൊരു ഇമേജ്. ഈ ഇമേജ് എന്ന് പറയുന്നത് എങ്ങനത്തെ ഇമേജ് ആയിരിക്കും? ഈ മിററിൻ്റെ ഇപ്പുറത്ത് ഫോം ചെയ്യുകയാണെങ്കിൽ ഒന്ന് വെർച്വൽ ആയിരിക്കും, അതുപോലെ തന്നെ ഇറക്റ്റ്. വെർച്വൽ വരുമ്പോൾ ഇറക്റ്റ് വരുമല്ലോ, അതേപോലെ തന്നെ സ്മോൾ സൈസ് ആയിരിക്കും, സ്മോൾ ആയിരിക്കും ആ ഇമേജ് എന്ന് പറയുന്നത്. സ്മോൾ അഥവാ ഡിമിനിഷ്ഡ്. ഡിമിനിഷൻ വരുമ്പോൾ തെറ്റിക്കാൻ നിൽക്കേണ്ട. ഇമേജിൻ്റെ സൈസ് എന്ന് പറയുന്നത് റിയൽ ഒബ്ജക്റ്റിൻ്റെ സൈസിനേക്കാളും കുറവാണെങ്കിലാണ് ഡിമിനിഷ്ഡ് അഥവാ സ്മോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒറ്റ കാര്യം കോൺവെക്സ് മിററിൽ നമ്മൾ പഠിച്ചിട്ടുള്ളൂ, ഒന്ന് ഒബ്ജക്റ്റ് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്താലും ബിറ്റ്വീൻ പി ആൻഡ് എഫിലായിരിക്കും ഇമേജ് ഫോർമേഷൻ നടക്കുക. ആ റേ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുമ്പോൾ ഈ സൈഡിലാണ്, ഈ മിററിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ്. അതൊരു ട്രിക്കാണ്. ഈ മിററിൻ്റെ റൈറ്റ് സൈഡിലാണ് ഇമേജ് ഫോം ചെയ്യുന്നെങ്കിൽ അത് വെർച്വലും ഇറക്റ്റ് ആയിരിക്കും. ഇനി ഈ മിററിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഇമേജ് ഫോം ചെയ്യുന്നതെങ്കിൽ റിയലും ഇൻവേർട്ടഡ് ആയിരിക്കും. ആ ഒരു കാര്യം ഓർത്തിരിക്കും. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 മിറേഴ്സിൻ്റെയും യൂസസ് ആണ്. നമ്മൾ ആദ്യം പ്ലെയിൻ മിററിൻ്റെ യൂസസ് എന്നാണ് നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു. ഫോർ ഒബ്സർവിങ് ഫേസ്, നമ്മൾ സാധാരണ കണ്ണാടിയിൽ നോക്കുന്ന ആ ഒരു കണ്ണാടിയിൽ നമ്മൾ മുഖം നോക്കാറില്ലേ, ആ ഒരു കണ്ണാടിനെയാണ് പ്ലെയിൻ മിറർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കോൺകേവ് മിറർ എന്തിലാണ് യൂസ് ചെയ്യുന്നത്? സോളാർ കോൺസെൻട്രേറ്റേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, ടോർച്ചിൽ, ഹെഡ്ലൈറ്റ് ഓഫ് വെഹിക്കിൾസിൽ, മേക്കപ്പ് മിററായിട്ട്, ഷേവിംഗ് മിററായിട്ട്, മിറർ യൂസ്ഡ് ബൈ ഡെൻറ്റിസ്റ്റ്. പരീക്ഷയ്ക്ക് ചോദ്യം
ചോദ്യമായിട്ട് തരാം. മിറർ യൂസ്ഡ് ബൈ ദ ഡെന്റിസ്റ്റ്, ഏത് മിററാന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞിരിക്കണം കോൺകേവ് മിററാണ്. അതുപോലെ തന്നെ കോൺവെക്സ് മിററിൽ ഒരു കാര്യം പഠിക്കാനുള്ളൂ, യൂസ് ആസ് റിയർ വ്യൂ മിറർ. ബാക്കിൽ നിന്ന് വരുന്ന ഈ പിൻകണ്ണാടി എന്നൊക്കെ നമ്മൾ പറയും, ബാക്കിൽ നിന്ന് വരുന്ന വെഹിക്കിൾസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കാറിൽ അതേപോലെ നമ്മുടെ വണ്ടികളിൽ ഉപയോഗിക്കുന്ന റിയർ വ്യൂ മിററായിട്ട് ബാക്കിൽ നിന്ന് വരുന്ന ആ ഒരു വെഹിക്കിൾസ് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നതിൽ നമ്മൾ കോൺവെക്സ് മിററാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 മിററിൻ്റെയും യൂസസ് നന്നായി പഠിക്കുക. ഇനി ഫോക്കൽ ലെങ്ത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺകേവ് മിറർ എന്ന് പറയുന്നത് ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കേട്ടോ, പ്രോബ്ലംസ് വരുമ്പോൾ ഇത് തെറ്റിക്കാൻ പാടില്ല. ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺകേവ് മിറർ ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും. ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് മിറർ എന്ന് പറയുന്നത് ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. അതിനനുസരിച്ചിട്ട് വേണം പ്രോബ്ലംസ് ചെയ്യാൻ. ഈ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്ന് പറയുമ്പോൾ ഏത് ഭാഗമാണ് പോസിറ്റീവ് ഏത് ഭാഗമാണ് നെഗറ്റീവ് എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ സാധാരണ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു. ആ എക്സ് ആക്സിസിനും വൈ ആക്സിൻ്റെ ഇടയിൽ നമ്മളൊരു മിറർ കൊണ്ടുവച്ചു. അപ്പോൾ ഈ മിററിൻ്റെ ഈ ഭാഗം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഈ ഭാഗം നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ നെഗറ്റീവ് നമ്പേഴ്സ് വരാം. അതേപോലെ തന്നെ ഈ ഒരു ഭാഗം എന്തായിരിക്കും, പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. ഈ ഒരു ഭാഗം ഡൗൺവേർഡ്സിലേക്ക് നെഗറ്റീവ് ആയിരിക്കും. ആ ഒരു കാര്യം ഓർത്തിരിക്കാം. ഇവിടെ നിങ്ങളുടെ നമ്മൾ സാധാരണ എക്സ് ആക്സിസും വൈ ആക്സിസും ഈ ഒരു ഭാഗം നമുക്ക് അറിയാം. ഇവിടെ പോസിറ്റീവ് നമ്പേഴ്സും ഇവിടെ നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. മുകളിലേക്ക് പോകുമ്പോൾ പോസിറ്റീവും താഴേക്ക് വരുമ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. ഇതൊന്ന് ഓർത്തിരിക്കുക. ഈ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള കുറച്ച് ഇക്വേഷൻസ്, പ്രോബ്ലംസ് ഇതൊക്കെയാണ് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഫോക്കസും ഉണ്ട്, അതേപോലെ തന്നെ ഫോക്കൽ ലെങ്ത്തും ഉണ്ട്. ഈ ഫോക്കസ് എന്ന് പറഞ്ഞത് ക്യാപിറ്റൽ എഫ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുമെങ്കിൽ ഫോക്കൽ ലെങ്ത് നമ്മൾ സ്മോൾ ലെറ്റർ എഫ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പം ഈ സംഭവം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫോക്കൽ ലെങ്ത് സ്മോൾ ലെറ്റർ എഫ് ഈസ് ഈക്വൽ ടു യു വി ബൈ യു പ്ലസ് വി. ഈ ഒരു ഫോർമുലയുണ്ട്, എഫ് ഈസ് ഈക്വൽ ടു യു വി ബൈ യു പ്ലസ് വി. അല്ലെങ്കിൽ 1/f ഈസ് ഈക്വൽ ടു 1/u പ്ലസ് 1/v. ഈ ഫോർമുലയിലോട്ട് എത്തുന്നത് എങ്ങനെയാണ്, ഇതും ഇതും ഒന്നാണ്. ഇത് സോൾവ് ചെയ്തത് നമുക്ക് ഇത് കിട്ടും. 1/f എന്ന് പറയുന്നത് ഈ 1/v, v പ്ലസ് യു അല്ലെങ്കിൽ യു പ്ലസ് വി എന്ന് എഴുതിയാലും കറക്റ്റാണ്, ബൈ യു വി. അപ്പോൾ ഈ 1/f ആണ് v പ്ലസ് യു ബൈ യു വി. അപ്പോൾ എഫ് എന്തായിരിക്കും, യു വി. തിരിച്ചിട്ടാൽ മതി, യു വി ബൈ യു പ്ലസ് വി. അങ്ങനെയാണ് ഈ ഫോർമുലയിലോട്ട് ഇത് എത്തുന്നത്. അപ്പോൾ അതൊന്ന് പഠിച്ചിരിക്കുക, ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചിരിക്കുക. പിന്നെ അടുത്ത ഫോർമുല എന്ന് പറയുന്നത് ഒന്ന് വി കണ്ടുപിടിക്കാനും ഒന്ന് യു കണ്ടുപിടിക്കാനും. വി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്, എഫ് യു ബൈ യു മൈനസ് എഫ്. പഠിച്ചിരിക്കണം കേട്ടോ. വി ഇസ് ഈക്വൽ ടു എഫ് യു ബൈ യു മൈനസ് എഫ്. ഇനി യു കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്, എഫ് വി ബൈ വി മൈനസ് എഫ്. ഇതും പഠിച്ചിരിക്കണം. അപ്പം 3 ഫോർമുല നമ്മൾ പഠിക്കേണ്ടത്. ഒന്ന് ഫോക്കൽ ലെങ്ത് കാണാൻ സ്മോൾ ലെറ്റർ എഫ് ഈസ് ഈക്വൽ ടു യു വി ബൈ യു പ്ലസ് വി, അല്ലെങ്കിൽ 1/f ഈസ് ഈക്വൽ ടു 1/u പ്ലസ് 1/v. ഇതൊന്ന് സോൾവ് ചെയ്താൽ ഈ ഫോർമുലയിലോട്ട് എത്തി. അതുകൊണ്ട് അത് പഠിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി സോൾവ് ചെയ്തെന്നുള്ളൂ. അതുപോലെ തന്നെ വി കാണാൻ എഫ് യു ബൈ യു മൈനസ് എഫ്, അതുപോലെ യു കാണാൻ എഫ് വി ബൈ വി മൈനസ് എഫ്. ഈ യു എന്ന് പറയുന്നത് എന്താണ്, യു വി എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ യു എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റ് ഫ്രം ദ മിററും വി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് ഇമേജ് ഫ്രം ദ മിറർ. നമ്മൾ ഏത് ഒബ്ജക്റ്റ് ആണോ മിററിൻ്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കുന്നത് ആ മിററിൽ നിന്ന് ആ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരമാണ് യു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ബിഹൈൻഡ് ദ മിററിൽ ഫോം ചെയ്യുന്ന നമ്മൾ പറഞ്ഞു. അപ്പോൾ മിററിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരമാണ് വി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടും മിററിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഒന്ന് മിററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരവും രണ്ടാമത് മിററിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരവുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് മിറർ 20 സെൻറ്റിമീറ്റർ എവേ ഫ്രം ഇറ്റ്. ഒരു കോൺകേവ് മിററിൽ നിന്ന് 20 സെൻറ്റിമീറ്റർ അകലത്തിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫോക്കൽ ലെങ്ത് 40 സെൻറ്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ 2 കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഒന്ന് പൊസിഷൻ ഓഫ് ദ ഇമേജിൻ്റെ പൊസിഷനും അതുപോലെ തന്നെ ഇറ്റ്സ് നേച്ചറും കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ
ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മിററിൽ നിന്ന്, കോൺകേവ് മിററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് യു വെച്ചിട്ടാണ്, നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ ഫോക്കൽ ലെങ്ത്, കോൺകേവ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ എഫ് എന്ന് പറയുന്നത് -40 സെൻറ്റിമീറ്റർ എന്ന് എഴുതണം. അതുപോലെ തന്നെ കാർട്ടീഷ്യൻ, ന്യൂ കാർട്ടീഷ്യൻ സൈൻ അനുസരിച്ചിട്ട് ഇവിടെ നമ്മളൊരു കോൺകേവ് മിറർ കോൺകേവ് മിറർ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് 20 സെൻറ്റിമീറ്ററാണ് ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വന്നേക്കുന്നതെങ്കിൽ ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ യു എന്ന് പറയുന്നത് -20 സെൻറ്റിമീറ്റർ ആയിട്ട് കാണാം. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ പൊസിഷൻ ഓഫ് ദ ഇമേജ് വി കണ്ടുപിടിക്കാൻ ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ വി എങ്ങനെ കണ്ടുപിടിക്കും? വി ഈസ് ഈക്വൽ ടു, ഫോർമുല ആദ്യം എഴുതണം. വി എന്ന് പറയുന്നത് FU/U - F. അതാണ് വി കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അത് ആദ്യം എഴുതണം. ആദ്യം തന്നേക്കുന്നത് എഴുതാം, എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് എഴുതാം, പിന്നെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഫോർമുലയിൽ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? വി ഈസ് ഈക്വൽ ടു -40 × -20 ഡിവൈഡഡ് ബൈ യു. -20 -40 ചെയ്തു വരുമ്പോൾ എന്ത് കിട്ടും? വി ഈസ് ഈക്വൽ ടു -40 × -20 എത്ര വരും? +800. 2 നെഗറ്റീവ് സൈൻ വരുമ്പോൾ അത് ഇൻറ്റുവിൽ വരുമ്പോൾ അത് പോസിറ്റീവായിട്ട് മാറും. സോ 2 × 4 8, 2 0 800 ഡിവൈഡഡ് ബൈ -20. ഇതേപോലെ തന്നെ മൈനസ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എടുക്കുമ്പോൾ +40 ആയിട്ട് മാറും. അപ്പോൾ ഈസ് ഈക്വൽ ടു 800 ഡിവൈഡഡ് ബൈ 20. -20 40, ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവ് വരുമ്പോൾ മൈനസ് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ ഇടണം. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ 20 കിട്ടി, +40 ചെയ്തുകൊണ്ട് പ്ലസ് ഇട്ടു. ഇനി നമ്മൾ സാധാരണ പോലെ വെട്ടി ചെറുതാക്കുമ്പോൾ 40 എന്ന് ആൻസർ കിട്ടും. അതായത് +40 സെൻറ്റിമീറ്റർ ആണ് ഇവിടുത്തെ വി എന്ന് പറയുന്നത്. അപ്പോൾ വി എന്ന് പറയുന്നത് എത്രയാണ്? +40 സെൻറ്റിമീറ്റർ. ഇനി ഇതിൻ്റെ ഇമേജിൻ്റെ നേച്ചർ എന്താണ്? നോക്ക്, ഇവിടെയാണ് തെറ്റ് പറ്റാൻ പോകുന്നത്. ഇമേജ് നമ്മൾ പൊസിഷൻ ഓഫ് ദ ഇമേജ് വി നമ്മൾ കണ്ടുപിടിച്ചു, എത്ര സെൻറ്റിമീറ്റർ എന്ന് കണ്ടുപിടിച്ചു, പ്ലസ് ആണ് വന്നത്. ന്യൂ കാർട്ടീഷ്യൻ മെത്തേഡ് അനുസരിച്ചിട്ട് നോക്കി, ഇതാണ് കോൺകേവ് ലെൻസ്, കോൺകേവ് മിറർ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ പോസിറ്റീവും ഇവിടെ നിന്ന് നെഗറ്റീവ്, മുകളിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ്, താഴോട്ട് വരുമ്പോൾ നെഗറ്റീവ്. ഇങ്ങനെയാണ് നമ്മൾ ന്യൂ കാർട്ടീഷ്യൻ മെത്തേഡ് പഠിച്ചത്. ഇവിടെ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നത് മിററിൽ നിന്ന് ഇത്ര അകലെയാണ്. നമ്മൾ 20 എന്ന് പറഞ്ഞ ആ ഒരു ഡിസ്റ്റൻസിലാണ് നമ്മൾ മിററിൽ നിന്ന് ഒബ്ജക്റ്റ് വെച്ചത്. അപ്പോൾ ഇങ്ങോട്ട് വെച്ച കാരണം ഇവിടെ -20 എന്ന് നമ്മൾ അടയാളപ്പെടുത്തി. പക്ഷേ ഇവിടെ വി മിററിൽ നിന്ന് ഇമേജ് ഫോർമേഷൻ നടന്നത് പോസിറ്റീവിലേക്കാണ്. അപ്പോൾ ഒരിക്കലും ഇമേജ് ഇവിടെ ആയിരിക്കില്ല ഫോം ചെയ്യുന്നത്, ഈ ഒരു ഭാഗത്തായിരിക്കില്ല, മിററിൻ്റെ റൈറ്റ് സൈഡിലായിരിക്കും ഇമേജ് ഫോം ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെയുള്ള ഇമേജ് ഏത് ഇമേജ് ആയിരിക്കും? നമ്മളെവിടെ പഠിച്ചത്? ഈ മിററിൻ്റെ ഇപ്പുറത്ത് ഫോം ചെയ്യുന്നത് ഏതായിരിക്കും? ബിറ്റ്വീൻ എഫ് ആൻഡ് പി എന്ന് നമ്മൾ പഠിച്ചു, ഓർമ്മയുണ്ട്? ആ ഒരു കാര്യത്തിൽ മാത്രമേ ലാർജ്, ഇറക്റ്റ്, വെർച്വൽ ഈ ഒരു ഭാഗത്ത് വരുന്നത്, ബാക്കിയെല്ലാം ഈ ഭാഗത്താണ് ഇമേജ് വരുന്നത്. കോൺകേവ് മിററിൽ 6 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ 5 കാര്യങ്ങളും ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്, മിററിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. അത് എന്തായിരിക്കും? ഇൻവേർട്ടഡ്, റിയൽ എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അവസാനത്തെ 6ാമത്തെ കാര്യം, അതായത് ബിറ്റ്വീൻ എഫ് ആൻഡ് പിയിൽ വരുന്ന ഒറ്റ കാര്യം മാത്രമേ മിററിൻ്റെ റൈറ്റ് സൈഡിൽ, നമ്മൾ നിൽക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്നുള്ളൂ. ആ ഇമേജ് എന്ന് പറഞ്ഞത് ലാർജ് ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും, വെർച്വൽ ആയിരിക്കും. ബിഹൈൻഡ് ദ മിറർ, ബിറ്റ്വീൻ എഫ് ആൻഡ് പിയിൽ നമ്മൾ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത് ബിഹൈൻഡ് ദ മിറർ ആയിരിക്കും, അതായത് നമ്മുടെ റൈറ്റ് സൈഡിൽ. ആ റൈറ്റ് സൈഡിൽ വരുന്ന ഇമേജിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്ന്, ലാർജ് ആയിരിക്കും, അതുപോലെ തന്നെ ഇറക്റ്റ് ആയിരിക്കും. ഇറക്റ്റ് വരുന്നിടത്ത് വെർച്വലും ഉണ്ടാവും. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ ആ ഇമേജിൻ്റെ നേച്ചർ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് പ്രോബ്ലംസ് ചെയ്യുക. ഇങ്ങനെ ഇതേപോലെ തന്നെ ബാക്കി പ്രോബ്ലംസൊക്കെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നന്നായി പഠിക്കുക. ഇതിന് ശേഷം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതുവരെയുള്ള കാര്യങ്ങൾ നന്നായി പഠിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.